കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ചേട്ടാ മോനെ, നിന്നെ ഇപ്പൊ ഞാൻ ശരിക്കും കണ്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നീ എവിടെങ്കിലും ജീവനോടെ ഇരിപ്പുണ്ടെന്നുള്ള വിശ്വാസത്തിൽ നീ എപ്പോഴെങ്കിലും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ജീവിച്ചേനെ. പക്ഷെ എന്റെ ആഗ്രഹങ്ങളൊക്കെ നീ ഇല്ലാതാക്കിയല്ലോ മോനെ. എന്തിനടാ നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? എന്തിനടാ ഞങ്ങളെ ഇത്രയും വേദനിപ്പിച്ചത്? നിൽക്കേട്ടാ, എഴുന്നേൽക്ക്. എഴുന്നേൽക്കേട്ടാ. സാർ, ഇന്നലെ രാത്രി കൂടി എന്റെ സ്വപ്നത്തിൽ വന്ന് എന്നെ അച്ഛ അച്ഛ എന്നവൻ വിളിച്ചിരുന്നു. സ്വപ്നത്തിൽ ജീവനോട് വന്നവൻ കണ്ണു തുറന്നു നോക്കുമ്പോ ഇങ്ങനൊരവസ്ഥയിൽ കിടക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. സാർ, സാറിന്റെ വീട്ടുകാർ എത്രമാത്രം വേദനിക്കുന്നു കാണുന്നില്ലേ? അവർക്കൊക്കെ ധൈര്യം കൊടുക്കേണ്ട സാറ് തന്നെ ഇങ്ങനെയായാലും എങ്ങനെയാ സാർ? കുറച്ചുകൂടെ ധൈര്യം കാണിച്ചൂടെ സാർ? മരിച്ചുപോയത് എന്റെ മകനല്ല, എന്റെ വിശ്വാസമാണ് ഇല്ലാതായത്. എന്റെ ആഗ്രഹങ്ങളില്ലാതായി, എന്റെ ധൈര്യം കൂടി ഇല്ലാതായിപ്പോയി. എഴുന്നേൽക്ക്. അമ്മേ, നമ്മുടെ വീട്ടിലോട്ട് അച്ഛൻ വരാതെ എന്താ ഇവിടെ തന്നെ കിടക്കുന്നേ അമ്മേ? അച്ഛ, അച്ഛ എണ്ണിക്കച്ഛ. അതി എടാ, നിന്റെ മോൻ നിന്നെ വിളിക്കുന്നത് നോക്കടാ. അച്ഛ എണ്ണിക്കച്ഛ. നിന്റെ മോന് വേണ്ടി നീ ഒരു പ്രാവശ്യമെങ്കിലും കണ്ണു തുറക്കും മോനെ. കണ്ണു തുറക്കടാ, കണ്ണു തുറക്ക്. ചേട്ടാ, മരണം എന്താണെന്ന് പോലും അറിയാത്ത നമ്മുടെ മകനോട് ഞാൻ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കാനാ? പറ ചേട്ടാ. എന്നെ നോക്കുമോനെ ആദിത്യ, എനിക്ക് വയസ്സാകുമ്പോ എന്നെ താങ്ങാൻ നീ ഉണ്ടാകുമെന്ന് ഞാൻ കരുതി. എനിക്ക് കാഴ്ച നഷ്ടപ്പെടുമ്പോ എനിക്ക് കണ്ണായി വഴികാട്ടാൻ നീ ഉണ്ടാകുമെന്ന് ഞാൻ കരുതി. അങ്ങനെ എത്രയെത്ര സ്വപ്നങ്ങൾ ഞാൻ കണ്ടു. എന്റെ മകൻ എന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ എന്റെ സ്വപ്നങ്ങളെ നീ കണ്ണീരാക്കി മാറ്റിയിട്ടാ മോനെ. സാർ, അച്ഛാ എഴുന്നേക്കച്ചാ. മുജി, മുജി, നീ കരയല്ലേ? സമാധാനം ഇരിക്കേ. ഭവാനി ചേച്ചി കരയില്ലേ ചേച്ചി?
ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത നിന്നോട് ഇങ്ങനെ ചെയ്തത് ആരാടാ മോനെ? എന്റെ മകൻ എന്ത് ചെയ്തിട്ട് അവൻ ഇങ്ങനെ കൊന്നു കളഞ്ഞത്? ഒരു പ്രാവശ്യം മരിച്ച ആള് വീണ്ടും ഒരിക്കൽ കൂടെ മരിച്ച് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. രണ്ടു വർഷത്തിന് മുമ്പേ നിങ്ങളുടെ മോൻ മരിച്ചുപോയിന്ന് പറഞ്ഞതല്ലേ? അപ്പൊ മരിച്ചുപോയ ആള് ഇപ്പൊ വീണ്ടും മരിച്ചു എന്ന് പറഞ്ഞ എന്താ അതിനർത്ഥം കൃഷ്ണനാഥ പണിക്കരെ? എന്താ ഇത്? ഒരു മകൻ മരിച്ചതിന്റെ വേദനയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണോ നിങ്ങളുടെ വായിൽ വരുന്നതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നത്? മനുഷ്യര് മരിച്ച ആർക്കായാലും വിഷമം വരും. ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. എന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ചോദ്യം വീണ്ടും ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ള സിറ്റുവേഷൻ അല്ല ഇത്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും വിവരമുണ്ടോ? ഒരു കാര്യം ഞാൻ പറയാം. അവരുടെ മോൻ മരിച്ചു പോയത് എന്റെ വീട്ടിലെയോ നിന്റെ വീട്ടിലെയോ മാത്രം പ്രശ്നമല്ല, ഈ നാടിന്റെ മുഴുവൻ പ്രശ്നമാണ്. ഈ ചോദ്യത്തിനെ കുറിച്ച് അറിയാനുള്ള അവകാശം ഇവിടെയുള്ള എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് നാട്ടിലെ തലവന് ഇവർക്ക് ശരിയായ ഉത്തരം നൽകാനുള്ള കടമയുണ്ട്. നീ എന്തറിഞ്ഞിട്ടാ ഇവിടെ വന്ന് നിന്ന് സംസാരിക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് പിന്നീട് ചോദിച്ചാ പോരായിരുന്നോ? ഏയ്, എന്തിനാ പിന്നീടാക്കുന്നത്? മോ മരിച്ചു പോയിന്ന് പറഞ്ഞ് കൃഷ്ണനാഥ പണിക്കർ ഇത്രയും നാള് കളിച്ച നാടകമൊക്കെ ഇപ്പൊ പുറത്തായിരിക്കുക. ഈ മഹത് വ്യക്തി ചെയ്ത ദ്രോഹം എന്താണെന്ന് ഇതുവരെ നിങ്ങൾക്കാർക്കും മനസ്സിലായില്ലേ? അവരുടെ മകൻ മരിച്ചു കിടക്കുന്ന വിഷമത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? കൃഷ്ണനാഥ പണിക്കരെ പറ്റി മോശമായിട്ട് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? എന്ത് നാടകം, എന്ത് ദ്രോഹം! 2 വർഷത്തിന് മുമ്പേ നിങ്ങളുടെ മോൻ മരിച്ചുപോയി എന്ന് എല്ലാരോടും പറഞ്ഞല്ലോ, അത് കള്ളമല്ലേ? എന്റെ അച്ഛൻ ഒരിക്കലും കള്ളം പറയില്ല. എന്റെ വീട്ടിലെല്ലാവരും ഏട്ടൻ മരിച്ചു പോയിന്നാ കരുതിയിരുന്നത്. മരിച്ചു പോയ ആളുടെ ശരീരം കാണാതെ എങ്ങനെ മരിച്ചെന്ന് പറയാ? ഞാൻ അത് പറഞ്ഞല്ലേ വാദിച്ചത്. എന്റെ ഏട്ടൻ ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞ ഉടനെ എന്റെ വീട്ടുകാരെല്ലാം വിശ്വസിക്കുകയും ചെയ്തു. നീ പറയുന്ന കെട്ടുകഥ കേൾക്കാൻ ഇവിടെ ആരും തയ്യാറല്ല. കുടുംബം ഒന്നടങ്കം ചേർന്ന് നന്നായിട്ട് നാടകം കളിക്കുന്നുണ്ട്. നിങ്ങൾ നല്ലൊരു കഥയുണ്ടാക്കി ഈ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു. ആരെ ദ്രോഹിച്ച് നാടകം കളിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങളെക്കുറിച്ചും ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും ഞങ്ങളുടെ വംശത്തെക്കുറിച്ചും ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും നന്നായിട്ട് അറിയാം. നിങ്ങൾ വംശം എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ. ആ ക്ഷേത്രത്തിനകത്തേക്ക് ആരെയും കയറ്റിവിടാതെ ആ കോവിൽ അടച്ചിട്ടേക്കുകയാണ്. നാട്ടുകാരും അറിയാതെ ആ ക്ഷേത്രത്തിനുള്ളിലെ നിധി കൈക്കലാക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സുനന്ദേ, നീ എന്തൊക്കെയാ പറയുന്നേ? ദേഷ്യപ്പെട്ടതുകൊണ്ട് മാത്രം കള്ള സത്യം ആവില്ല കൃഷ്ണനാഥ പണിക്കരെ.
നിന്റെ മോളുടെ സഹായത്തോടു കൂടി വേറെ ആരും അറിയാതെ ക്ഷേത്രത്തിനുള്ളിലെ നിധി കൈക്കലാക്കാൻ നീ പ്ലാൻ ചെയ്തിരിക്കുവല്ലേ? അതുകൊണ്ടല്ലേ നിന്റെ മോനെ നീ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് അവൻ മരിച്ചുപോയിന്ന് നാട് മുഴുവൻ പറഞ്ഞു നടക്കുന്നത്? അന്ന് വിശേഷൽ പൂജ നടന്നപ്പോ നിങ്ങളുടെ മോൾ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ചുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറാൻ ശ്രമിച്ചു. ആളുകളൊക്കെ കണ്ടതുകൊണ്ട് ആളുകളുടെയൊക്കെ കണ്ണു വെട്ടിക്കാൻ വേണ്ടി നിങ്ങളുടെ മോളെ നിങ്ങള് തീയിലൂടെ നടത്തിച്ചു. വീണ്ടും ഉടനെ ചെയ്ത നാട്ടുകാർക്കൊക്കെ സംശയമാകുമെന്ന് വിചാരിച്ച് കുറച്ചു നാള് കാത്തിരുന്ന് വീണ്ടും നിങ്ങളുടെ മോനെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചു. ഈ ജനങ്ങളെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറ്റിക്കാം, പക്ഷേ ആ ദൈവത്തെ പറ്റിക്കാൻ കഴിയില്ല. അതുകൊണ്ടാ ആ ക്ഷേത്രത്തിന്റെ പടിയിൽ തന്നെ നിങ്ങളുടെ മകൻ ഒരു മരണശിക്ഷ ലഭിച്ചത്. നാട്ടിലുള്ള ഒരാള് പാമ്പ് കടിയേറ്റ് മരിച്ചപ്പോ നീ എന്താ പറഞ്ഞതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അവരെന്തോ തെറ്റ് ചെയ്തതുകൊണ്ടാണ് പാമ്പ് കടിയേറ്റെന്നാണ് നീ അന്ന് പറഞ്ഞത്. നീ പറഞ്ഞത് ശരി തന്നെയാ. കോവിലിനകത്തേക്ക് കയറാൻ ശ്രമിച്ചതുകൊണ്ടാ നിന്റെ മകനെ ഇപ്പോ അതേ പാമ്പ് തന്നെ കൊത്തിക്കൊന്നത്. കത്തി കൊണ്ടാണല്ലോ കുത്തിയത്, പിന്നെ ഇങ്ങനെ പാമ്പ് കുത്തിയുടെ അടയാളം വരും. എങ്ങനെയാട്ടാ പാമ്പ് കുത്തി അടയാളം വന്നത്? അതെന്തെന്നാൽ മറ്റാരോ അവനെ കൊന്നിട്ട് നമ്മുടെ മുകളിൽ പഴിചാരിയിരിക്കുകയാണ്. അങ്ങനെ ചെയ്തത് ആരായിരിക്കും? രാത്രി മുഴുവൻ ഈ കോവിലിന് കാവലായി നമ്മളിരുന്നതല്ലേ. ഈ പ്രദേശത്തൊന്നും ആരെയും കണ്ടതുമില്ല. ഉറപ്പായും ഇതാ ദുർമന്ത്രവാദിനിയുടെ പണിയായിരിക്കും. എന്താ കൃഷ്ണനാഥ പണിക്കരെ, സത്യം പുറത്തു വന്നതുകൊണ്ട് വാ പൂട്ടി തന്നെയാണല്ലോ നിൽക്കുന്നത്. എന്താ ഒന്നും സംസാരിക്കാത്തത്? കൺമുന്നിൽ എന്റെ മകന്റെ ശവശരീരം കണ്ടതിന് ശേഷം നീ പറഞ്ഞതെല്ലാം തെറ്റാണ്, ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് തർക്കിക്കാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെയാണോ? രക്ഷപ്പെടാനായി ഇതൊരു പുതിയ വഴിയാണല്ലോ. ദേ നോക്ക്, സ്ത്രീകളെയും മുതിർന്നവരെയും ഞാൻ എന്നും ബഹുമാനിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ എപ്പോൾ നോക്കിയാലും നാടകമൊന്നും മറ്റെന്നൊക്കെ പറഞ്ഞുകൊണ്ടെന്ന് കേട്ട് നിൽക്കാൻ പറ്റില്ല. നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഇങ്ങനെ സംഭവിച്ചാലും നിങ്ങൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമോ? ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം കൃഷ്ണദാസ് സാറിന്റെ മകളെ പറ്റി ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ. ദേ ഇപ്പൊ അദ്ദേഹത്തിന്റെ മകനെ പറ്റി. നിങ്ങൾ മനഃപൂർവ്വം ടോർച്ചർ ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചാണോ? മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ നോക്ക്. എന്നെ പോലുള്ളവർ സംസാരിക്കാതിരിക്കാൻ വേണ്ടി ഈ നാടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത നിന്നെയൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് പോലെയുണ്ടല്ലോ. നിങ്ങളൊരു സ്ത്രീയാണോ അതോ രാക്ഷസിയാണോ? നിങ്ങൾക്കും ഈ നാട്ടിലുള്ളവർക്കും ദ്രോഹം ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. നിങ്ങൾ ഞങ്ങളെ അപമാനിക്കാൻ വേണ്ടി സംസാരിക്കുകയാണോ അതോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്റെ ഏട്ടന് ഈ ക്ഷേത്രത്തിലെ നിധി കാക്കണമെന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. രാത്രിയും പകലില്ലാതെ കഷ്ടപ്പെട്ട് എന്റെ ഏട്ടന്റെ അറിവ് ഉപയോഗിച്ച് ആ നിധി നഷ്ടപ്പെട്ടു പോകാതെ സംരക്ഷിക്കുകയായിരുന്നു ചെയ്തത്. അത് കിട്ടാത്തതുകൊണ്ട് അവരെന്റെ ഏട്ടനെ കിഡ്നാപ്പ് ചെയ്തത്.
എന്റെ ഏട്ടൻ ജീവനോടെ ഉണ്ടെന്നുള്ള സത്യം എനിക്കറിയാം. പക്ഷെ ആരെ കിഡ്നാപ്പ് ചെയ്ത് തടങ്കിൽ വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അല്ലാതെ നിങ്ങൾ വിചാരിച്ചതുപോലെ എന്റെ ഏട്ടൻ ക്ഷേത്രത്തിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോ പാമ്പ് കുത്തി മരിച്ചതൊന്നും അല്ല. കിഡ്നാപ്പ് ചെയ്തവര് ഒരു ദാക്ഷിണ്യമില്ലാതെ എന്റെ ഏട്ടനെ കത്തിയോണ്ട് കുത്തി കൊന്നു. എന്റെ ഏട്ടനെ കൊല്ലുന്ന വീഡിയോ ഇന്നലെ രാത്രി അവരെന്റെ മൊബൈലിലേക്ക് അയച്ചു തന്നിരുന്നു. ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ആ കാണിക്ക്. നോക്ക്. അതിലെന്താ ഉള്ളത്? ഒന്നുമില്ല. ഭവാനി എന്തുപറ്റി? വീഡിയോ ഡിലീറ്റ് ആയി പോയി. എന്താ മോളെ നീ പറഞ്ഞു? ഇന്നലെ രാത്രി ആരോ ഏട്ടനെ കൊല്ലുന്ന വീഡിയോ എന്റെ മൊബൈലിലേക്ക് അയച്ചിരുന്നു. അത് നിങ്ങളോട് പറഞ്ഞ അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ മനസ്സിൽ തന്നെ ഒതുക്കി. പക്ഷെ എല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോ എന്റെ ഏട്ടനിവിടെ മരിച്ചെടുക്കുന്നു. പക്ഷെ ആ വീഡിയോ ഇപ്പൊ കാണാനുമില്ല അച്ഛാ. കത്തി കൊണ്ട് കുത്തി കൊല്ലുകയും ചെയ്തു, അതിന്റെ വീഡിയോ എടുത്ത് അയക്കുകയും ചെയ്തു. പക്ഷെ നമ്മളെ കാണിക്കാൻ നേരം അതങ്ങ് മാഞ്ഞു പോയി. നമ്മളെല്ലാരും വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി വീട് മൊത്തം ചേർന്ന് നാടകം കളിക്കുമായിരുന്നു എന്ന് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഞാനൊന്നും കള്ളം പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതല്ല സത്യമാണ്. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ നിന്റെ ചേട്ടന്റെ കഴുത്തിൽ കത്തി കൊണ്ട് കുത്തിയ പാടായിരിക്കില്ലേ? പാമ്പ് കുത്തിയ അടയാളം ഉണ്ടാവുമായിരുന്നില്ലല്ലോ. എന്താ ഇതിന് മറുപടി ഒന്നും കിട്ടിയില്ലേ? അതെ, കിട്ടില്ലല്ലോ. കൃഷ്ണനാഥ പണിക്കരെ, നീ എത്ര മോശപ്പെട്ടവനായിരുന്നാലും ശരി, എന്തൊക്കെ കുറ്റം ചെയ്തിരുന്നാലും ഈ തവണ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നിന്റെ കൺമുന്നിൽ നിന്റെ മോന്റെ ജഡം കിടപ്പുണ്ട്. അതിന് സാക്ഷിയായിട്ട് ഈ നാട്ടിലെ മൊത്തം ആളുകളും ഉണ്ട്. ഞാൻ അത്ര ദുഷ്ട മനസ്സൊന്നും ഉള്ള ആളല്ല. നീ പോയി നിന്റെ മോന്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ ചെയ്യ്. അതിനുശേഷം കാണാം, അതും നാട്ടുകൂട്ടത്തിൽ. അയ്യോ എന്റെ ചേട്ടാ. എന്താ നോക്കുന്നത് അമ്മേ? നിങ്ങൾ അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും അതൊരു വലിയ കാര്യം തന്നെയായിരിക്കും അമ്മേ. അമ്മേ, അമ്മേ, അമ്മയുടെ മന്ത്രം ഫലിച്ചു അമ്മേ, ഫലിച്ചു. അനങ്ങാതിരുന്ന കൈകാലുകളെല്ലാം ഇപ്പൊ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് അമ്മേ. അമ്മയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല എന്റെ അമ്മേ. ഇത്രയും നാളെ നീ വേദന അനുഭവിച്ചതുകൊണ്ടും ആ വേദന മറക്കാനായി ഞാൻ നിനക്കൊരു സമ്മാനം തരാം. എങ്ങനെയുണ്ട്? എന്ത് സമ്മാനം അമ്മേ? നിന്നെ വലിയ ആളാക്കാൻ സമ്മതിക്കാത്തത് നിന്റെ അളിയനല്ലേ? നിന്റെ ശത്രു ബലഹീനനാകുന്നതിനേക്കാൾ വലിയ എന്ത് സമ്മാനമാണ് വേണ്ടത്? അതുകൊണ്ടാണ് നിന്റെ അളിയന്റെ മകന്റെ മരണം നിനക്ക് ഞാൻ സമ്മാനമായി നൽകിയത്.
സമ്മാനം നല്ലതാണോ? വളരെ നന്നായിട്ടുണ്ട് അമ്മേ. പക്ഷേ എന്റെ അളിയന്റെ മകൻ മരിക്കുന്നതുകൊണ്ട് എനിക്കെന്ത് ഗുണമാണുള്ളത് അമ്മേ? യുദ്ധത്തിൽ ജയിക്കണമെന്ന് തീരുമാനമെടുത്താൽ ആദ്യം ശത്രുവിന്റെ ധൈര്യത്തെ നമ്മൾ ഇല്ലാതാക്കണം. ഞാനിപ്പോ ചെയ്തതും അത് തന്നെയാ. എന്ന് വെച്ചാ ആ മരണം കൊണ്ട് എനിക്ക് രാജയോഗം വന്നു ചേരുമെന്നാണ് അമ്മ പറയുന്നത്. അത് വെറും ഒരു സമ്മാനം മാത്രമല്ല, നമ്മൾ നേടാൻ പോകുന്ന വിജയത്തിന്റെ ആദ്യത്തെ പടിയാണത്. ഇനി ആർക്കും നമ്മളെ തോൽപ്പിക്കാനാകില്ല. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നീ തന്നെ കണ്ടോളൂ. എന്റെ അളി അയാളുടെ മോന്റെ ശവത്തിന് മുമ്പ് ഇരുന്ന് കരയുമ്പോ എനിക്കത് സന്തോഷമാണെന്ന് അറിയാം അമ്മേ. എന്റെ സന്തോഷം എത്ര വലുതാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യമ്മേ. ആ സന്തോഷം അമ്മയോട് പങ്കുവെക്കാൻ വേണ്ടി മാത്രമാണ് ആ ശവത്തിന്റെ അടുത്ത് പോലും പോവാതെ ഞാൻ ഇങ്ങോട്ട് വന്നത് അമ്മേ. നീ ആഗ്രഹിച്ച പദവിക്കും അധികാരത്തിനും ആസ്തിക്കും ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം ഞാൻ ഓരോന്നായി മാറ്റാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് നിന്റെ വീടിനും നിന്റെ നാടിനും നീ അധികാരിയായി മാറാൻ പോവുകയാണ്. എന്താ സന്തോഷായില്ലേ? ഭയങ്കര സന്തോഷമായ എന്റെ അമ്മേ. അമ്മ പറഞ്ഞതുപോലെ സംഭവിച്ച ഇതിൽ പരം വേറെ സന്തോഷം എനിക്ക് ഈ ലോകത്തില്ല അമ്മേ. ചേട്ടാ, ചേട്ടാ, കേട്ടാ, എന്നെ ഒന്ന് നോക്ക്. ചേട്ടാ, ചേട്ടാ, നമ്മുടെ മോനിരിക്കുന്ന കണ്ടില്ലേ പൂജി? ചേട്ടാ, അച്ഛ, അച്ഛ എഴുന്നേക്കച്ഛ.